എന്തുകൊണ്ട് നമ്മൾ തോറ്റു? എന്തുകൊണ്ട് LDF തോറ്റു? വലതുപക്ഷ മാധ്യമങ്ങളുടെ വേട്ടയാടൽ, മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനം, ഇതൊക്കെ UDFന് അനുകൂലമായി മാറി. അദാനിയുടെ പണമെറിഞ്ഞുള്ള കളി മറ്റൊരു തരംഗമായി UDFന് മാറി. ഇതൊക്കെയാണ് ഇടതുപക്ഷം തോറ്റതിന് കാരണങ്ങളായി ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയതെങ്കിൽ നമ്മുടെ PK ശശിയുടെ കണ്ടെത്തൽ ശ്രദ്ധേയമാണ്. PK ശശി CPMൽ നിന്ന് പുറത്തുപോയി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് അഥവാ DMF രൂപീകരിച്ചിരുന്നു. ആ DMF CMPയിൽ ലയിച്ചു. CMPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് PK ശശി. ഇപ്പോൾ PK ശശി പറയുന്നത് ഈ കൊടുങ്കാറ്റിനെ ചെറുക്കാൻ CPMന് കഴിയില്ല എന്നാണ്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് CMPയുമായി ലയിച്ചതിനെ തുടർന്നുള്ള നയപ്രഖ്യാപന യോഗത്തിലാണ് CP ജോണിൻ്റെ സാന്നിധ്യത്തിൽ, മന്ത്രി CP ജോണിൻ്റെ സാന്നിധ്യത്തിൽ എന്തുകൊണ്ട് CPM തോറ്റു എന്ന് ബൗദ്ധികപരമായി PK ശശി കണ്ടെത്തിയത്. CPM സമാനതകളില്ലാത്ത തകർച്ചയിലേക്ക് പോവുകയാണ്. CPM പ്രവർത്തകർ വെയിലത്ത് വെച്ച ഐസ് കട്ട പോലെ ഉരുകിത്തീരും. MB ഗോവിന്ദൻ, PT മാസ്റ്ററായ MB ഗോവിന്ദൻ CPMനെ തകർക്കും. MB ഗോവിന്ദനെതിരെ ശക്തമായ ആരോപണമാണ്, ശക്തമായ കളിയാക്കലാണ് PK ശശി നടത്തിയത് ആ യോഗത്തിൽ. കേരളത്തിലെ CPM ഇപ്പോൾ ICയിലാണ്, നാളെ പള്ളിക്കാട്ടിലേക്ക് പോകും. MB ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ MB ഗോവിന്ദൻ മാസ്റ്റർ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ PT മാഷ് എന്നാണ് ശശി വിശേഷിപ്പിച്ചത്. അദ്ദേഹമാണ് പാർട്ടിയെ തകർത്തത്. പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഉള്ളതായിരുന്നു. ഇപ്പോൾ UDF ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. പ്രിയദർശിനി യാത്രയെ പ്രശംസിച്ചു PK ശശി. തികച്ചും PK ശശി ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനായി മാറി. ഇത് പറയുമ്പോൾ PK ശശി പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തോറ്റു? ആ തോൽവിക്ക് കാരണം MB ഗോവിന്ദൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മനോഭാവമാണ്. ആ മനോഭാവം ഏറെക്കുറെ ശരിയുമാണ്. കാരണം PK ശശിയെ പോലെയുള്ള നേതാക്കളെ വളർത്തിയതാണ് CPMൻ്റെ തകർച്ചയ്ക്ക് കാരണം. കുളയട്ടയെ പോലെയുള്ള ഒരു ജന്മമാണ് PK ശശി. PK ശശി എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്ന് തോറ്റു? UDF തരംഗം ആഞ്ഞടിച്ചല്ലോ, UDF കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചല്ലോ. പക്ഷേ ശശിപാത്രം എന്ത് കടപുഴകി വീണു? ശശിയെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ശശിയെ പോലെയുള്ള കുളയട്ടകൾ പാർട്ടിയിൽ എന്ന് കയറിയോ അന്നാണ് പാർട്ടി തകർന്ന് തുടങ്ങിയത്. ഒരൊറ്റുകാരൻ പോകുമ്പോൾ പാർട്ടി തകരുകയാണെന്ന് ശശി കരുതിയിട്ടുണ്ടെങ്കിൽ, ശശിയെ പോലെയുള്ള ഒറ്റുകാരന്മാർ പുറത്തു പോകുമ്പോൾ നേട്ടത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ പാർട്ടി തകരുകയാണെന്ന് ശശി കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. ഒറ്റുകാരന്മാർ പോയപ്പോഴൊക്കെ പാർട്ടി ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. PK ശശിയെ പോലെയുള്ള ഒറ്റുകാരന്മാരാണ് പാർട്ടിയുടെ തോൽവിക്ക് കാരണമെന്ന് PK ശശി പറയാതെ പറഞ്ഞിരിക്കുന്നു. ശശിയെ എന്തുകൊണ്ട് പാർട്ടി തരം താഴ്ത്തി എന്ന ചോദ്യത്തിനും ഒരുപാട് പ്രസക്തിയുണ്ട്. സ്ത്രീ പീഡനമര അടക്കമുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ വന്നത്. ശശിക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളും വന്നു. അന്വേഷണ കമ്മീഷൻ അത് തെളിവ് സഹിതം കണ്ടെത്തി. അങ്ങനെ PK ശശിയെ തരം താഴ്ത്തി. എന്നിട്ടും PK ശശിയെ സംരക്ഷിച്ച് നിർത്തിയതാണ് പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും തെറ്റ് എന്ന് പൊളിറ്റിക്സ് കേരള പറയും.
അത് തന്നെ പി കെ ശശി പറയാതെ പറഞ്ഞിരിക്കുന്നു. തന്നെ പോലെയുള്ള കുളയേട്ടകളെ, ഒരു ഇത്തിൽ കണ്ണികളെ, മഹാവൃക്ഷത്തെ തകർക്കുന്ന ഇത്തിൽ കണ്ണികളെ, ഒറ്റുകാരന്മാരെ സംരക്ഷിച്ച് നിർത്തിയതാണ്, സംരക്ഷിക്കാൻ ശ്രമിച്ചതാണ്, അവസാന ഘട്ടം വരെയും കൂടെ നിർത്താൻ ശ്രമിച്ചതാണ് പാർട്ടിയുടെ തെറ്റ്. ആ തെറ്റാണ് പി കെ ശശി ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ഇലക്ഷനിൽ CPM സംഭവിച്ചതും ആ തെറ്റ് തന്നെയാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ വേട്ടയാടിയപ്പോൾ, ബ്രാഞ്ച് തലങ്ങളിലെ സഖാക്കളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ CPM കോട്ടകൾ പോലും തകർന്നടിഞ്ഞു. പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരും ഏലത്തൂരും അടക്കമുള്ള CPM കോട്ടകൾ തകർന്ന് തരിപ്പണമായത് ഇതുപോലെ ബ്രാഞ്ച് തലങ്ങളുടെയും ജില്ലാ തലങ്ങളിലെയും നിസ്സംഗരായ അല്ലെങ്കിൽ നിസ്വാർത്ഥരായ സഖാക്കളുടെ അഭിപ്രായം കേൾക്കാത്തത് കൊണ്ടാണ്. മറ്റൊന്ന്, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ കൊണ്ട് ഉപജീവനം നടത്തി പാർട്ടിയുടെ ചോരയും വിയർപ്പും ഊറ്റി വലുതായ പി കെ ശശിയെ പോലെയുള്ള നേതാക്കളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അവരെ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ടാണ്. പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സംരക്ഷിച്ച് നിർത്താൻ അവസാന ഘട്ടം വരെ CPM ശ്രമിച്ചത് നിങ്ങൾ ഒരു കാലത്ത് സഖാവായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ CPM-ലെ ഗോവിന്ദൻ മാസ്റ്ററെ നിങ്ങൾ MB ഗോവിന്ദൻ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നു. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത് വേണം എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. കാരണം ശശിയെ പോലെയുള്ള നികൃഷ്ട ജന്മങ്ങളെ പാർട്ടിയിൽ നിർത്താൻ ഗോവിന്ദൻ മാസ്റ്റർ കിണഞ്ഞ് പരിശ്രമിച്ചു. ഈ നികൃഷ്ട ജന്മങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർട്ടിക്കെതിരെ തിരിയുമെന്ന ഉൾക്കാഴ്ച അല്ലെങ്കിൽ തിരിയുമെന്ന അവബോധം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പി കെ ശശിയിൽ നിന്ന് MB ഗോവിന്ദൻ എന്ന്, പി കെ ശശി നിങ്ങൾ മാസ്റ്റർ അല്ല MB ഗോവിന്ദൻ എന്ന് വിളിച്ച് ഗോവിന്ദൻ മാസ്റ്ററെ പരിഹസിച്ചത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന് പി കെ ശശി തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. കാരണം പി കെ ശശിയെ പോലെയുള്ള ഇത്തൽ കണ്ണികളെ, പി കെ ശശിയെയും പത്മകുമാറിനെയും പോലെയുള്ള ഇത്തൽ കണ്ണികളെ അല്ലെങ്കിൽ കുളയേട്ടകളെ സംരക്ഷിച്ച് നിർത്താൻ അങ്ങേയറ്റം വരെ പാർട്ടി പോയി. അത് പാർട്ടിയുടെ ദൗർബല്യമായി പി കെ ശശി കരുതരുത്. അത് പാർട്ടിയുടെ സ്നേഹമാണ്. ഒരു സഖാവിനോട് മറ്റൊരു സഖാവ് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് പാർട്ടി നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ചത്. CPM-നെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ 5 വർഷം മാധ്യമങ്ങൾ നടത്തിയത്. ശശിയെ പോലെ, G സുധാകരനെ പോലെ പാർട്ടിയിൽ നിന്നും എല്ലാം ഊറ്റിയെടുത്ത് പുറത്തുപോയി പാർട്ടിയെ കുറ്റം പറയുന്ന സഖാക്കളെ സംരക്ഷിച്ചു നിർത്താൻ അപ്പോഴും CPM ശ്രമിച്ചു. ഒരു കാലത്ത് പി കെ ശശിയെ സംരക്ഷിക്കുന്നതായിരുന്നു UDF അല്ലെങ്കിൽ കോൺഗ്രസ് CPM-നെതിരെ ഉയർത്തിയ വലിയ ആയുധം. പി കെ ശശിയെ സംരക്ഷിക്കുന്നത് തെറ്റാണെന്നും അത് പാർട്ടിയുടെ പൊള്ളത്തരമാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞത് VD സതീശനും മറ്റുമാണ്. ഇപ്പോൾ VD സതീശന്റെ UDF-ന്റെ കുടക്കീഴിൽ CMB-യുടെ സംസ്ഥാന സെക്രട്ടറിയായി പി കെ ശശി പോകുമ്പോൾ അവർ ആനയും അമ്പാരിയുമായി പി കെ ശശിയെ സ്വീകരിക്കുന്നു. കൊട്ടും കുരവയുമായി പി കെ ശശിയെ സ്വീകരിക്കുന്നു. തലയെടുപ്പുള്ള ആനയായി പി കെ ശശിയെ വിശേഷിപ്പിക്കുന്നു. പി കെ ശശിയെ പോലെയുള്ള നേതാക്കളെ വളർത്തി വലുതാക്കിയതാണ്, അവർക്ക് അതിജീവനം നൽകിയതാണ്, അവരെ പാർട്ടിയുടെ അമരക്കാരായി മാറ്റിയതാണ് CPM ചെയ്ത തെറ്റ്. ആ തെറ്റ് പി കെ ശശി തന്നെ വിളിച്ചു പറയുന്നു. മലർന്ന് കിടന്ന് തുപ്പുകയാണ് പി കെ ശശി.